സൗദിയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേർന്നുണ്ട്. ജമാൽ, വിവരങ്ങൾ. സൗമ്യ, നാളെ മുതൽ 3 മാസക്കാലത്തേക്കാണ് സൗദിയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദിയിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് രാജ്യം വിട്ടുപോകാനുള്ള അവസരമാണ് ഇത്. 90 ദിവസത്തേക്കാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിമിനൽ കുറ്റം ചെയ്തവർ ഒഴികെയുള്ള വിദേശികൾക്ക് പൊതുമാപ്പിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താനാകും. ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഒടുക്കിയ ശേഷം മാത്രമേ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആവുകയുള്ളൂ. നാളെ മുതൽ ഏപ്രിൽ 12 വരെയാണ് പൊതുമാപ്പിന്റെ കാലാവധി. ഹജ്ജ്, ഉംറ വിസ, സന്ദർശന വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാതെ തങ്ങുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി 90 ദിവസത്തിലുള്ള സൗദിയിൽ നിന്ന് ശിക്ഷ കൂടാതെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങാൻ സാധിക്കും. നേരത്തെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിനിടെ വിരലടയാളം എടുത്താണ് സ്വദേശങ്ങളിലേക്ക് കയറ്റിവിട്ടിരുന്നത്. എന്നാൽ ഇത്തവണ വിരലടയാളം നൽകാതെ തന്നെ അനധികൃത താമസക്കാർക്ക് നാട്ടിലേക്ക് പോകാനാകും. അതുകൊണ്ട് തന്നെ വീണ്ടും ഹജ്ജ്, ഉംറ, തൊഴിൽ വിസ എന്നിവയിൽ സൗദിയിലേക്ക് വരാനാകും എന്നതാണ് ഈ പൊതുമാപ്പിന്റെ പ്രത്യേകത. 9 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനാകുക എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ മുതൽ 3 മാസത്തേക്ക് സൗദിയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത താമസക്കാർക്ക് സൗദി വിടാൻ ഒരു അവസരം കൂടി ഒരുങ്ങുന്നു. പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏപ്രിൽ 12 വരെയാണ് കാലാവധി. നോട്ടിൽ നിന്നും ഗാന്ധിയെ നീക്കി മോദിയുടെ ചിത്രം വെക്കുമെന്ന് ഹരിയാനയിലെ BJP മന്ത്രി അനിൽ വിജ്. ഗാന്ധി ചിത്രം ഉള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുകയാണെന്നും അനിൽ വിജ്. ഖാദി വ്യവസായം തകർന്നതിന് കാരണവും ഗാന്ധി ചിത്രം വെച്ചതുകൊണ്ടെന്നും മന്ത്രിയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി സന്തോഷ് ചേരും. അതിനു മുമ്പ് വാക്കുകളിലേക്ക് മന്ത്രിയുടെ. पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सके, खादी डूब गई। महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई। तो अच्छा किया है कि गांधी का हटा के मोदी का लगाया। मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी की। सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? ये हट जाएंगे धीरे धीरे. സന്തോഷ് ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സന്തോഷ്, വീണ്ടും വിവാദപരമായ ഒരു പരാമർശവുമായി ഒരു BJP നേതാവ്, മുതിർന്ന നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? സൗമ്യ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ മുതിർന്ന BJP നേതാവും ഹരിയാനയിലെ സംസ്ഥാന മന്ത്രിയുമായ അനിൽ വിജ് നടത്തിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഫോട്ടോ ഇന്ത്യൻ കറൻസിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയത് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിയുടെ പ്രചാരകനായി മഹാത്മാഗാന്ധിജി മാറിയതിനു ശേഷമാണ് ഗാന്ധി മേഖലയ്ക്കും വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ BJP മന്ത്രി നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഗാന്ധിജി ഒരു നല്ല ബ്രാൻഡ് അല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ നല്ല ബ്രാൻഡ് എന്നുള്ളതും ഹരിയാനയിലെ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയേക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗാന്ധി ബോർഡിന്റെ കലണ്ടറിലും ഡയറിയിലും മഹാത്മാഗാന്ധിജി ചർക്കയിൽ നൂൽക്കുന്ന ചിത്രം മാറ്റി പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയിൽ നിന്നും BJP നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. വളരെ മുതിർന്ന നേതാവും സംസ്ഥാന മന്ത്രിയുമാണ് ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഏതായാലും BJPയുടെ നേതൃത്വം ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ല. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം BJPയുടെ വക്താക്കളോട് ഈ ഡയറിയിലും കലണ്ടറിലും ചിത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവാദമുണ്ടായ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ വൈകാതെ തന്നെ കറൻസി നോട്ടിൽ നിന്നും ഗാന്ധിജിയുടെ ചിത്രം മാറ്റുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ BJPയുടെ ഔദ്യോഗിക വക്താക്കൾ ഇന്നലെ പ്രതികരിച്ചില്ല. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ ഹരിയാനയിലെ ആരോഗ്യ, യുവജനക്ഷേമ, കായിക മന്ത്രിയായിട്ടുള്ള അനിൽ വിജ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. AN രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ CK പത്മനാഭൻ രംഗത്തെത്തിയതോടെ BJPയിൽ ഭിന്നത രൂക്ഷം. CKP തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മുതിർന്ന നേതാവായ CKPക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും എന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനം ഉയരും.
BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം BJPക്കകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ തന്റെ നിലപാടുകൾ ആവർത്തിച്ച CKP ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. തിങ്കളാഴ്ച കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ CKPക്കെതിരെ നടപടി ആവശ്യപ്പെടും. എന്നാൽ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ CKPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. തിങ്കളാഴ്ച BJP കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കുമ്പോൾ CKPക്കെതിരെ രൂക്ഷ വിമർശനമുയരുമെന്നത് ഉറപ്പാണ്. AN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും BJP നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് MS കുമാർ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ സംഭവവികാസങ്ങൾ BJP കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയാധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് വിവാദങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സംഘപരിവാർ നിലപാടുകളെ തുറന്നെതിർത്ത BJP നേതാവ് CK പത്മനാഭൻ കമലും MTയും ചെഗുവേരയും ശരിയെന്ന് CKP. കമലിന്റെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ട. MT ഹിമാലയത്തിന് തുല്യം. ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെയെന്നും CK പത്മനാഭൻ. വ്യതിചലിച്ചത് വൻ വീഴ്ചയാണെന്ന് തുറന്നടിച്ച BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കമലിനെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും ദേശസ്നേഹം പറയുന്നവരെക്കാൾ സിനിമാ രംഗത്ത് ഇത് കാണിച്ച സർഗപ്രതിഭയാണ് കമലെന്നും സംഘപരിവാർ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചു. ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. മാത്രമല്ല സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. MT സാഹിത്യത്തിലെ ഹിമാലയ തുല്യനാണെന്നും പർവ്വതത്തെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു പർവ്വതമാണ്, ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ഒരു ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ഗാന്ധിജിയെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായം CK പത്മനാഭനുണ്ടായിരുന്നു. മഹാത്മജി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം നവഖാലിയിലേക്കാണ് പോയത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഇവിടെ ആർഭാടത്തിലൊന്നും അദ്ദേഹം നവഖാലിയിൽ പോയി അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ദിവസങ്ങളോട് ഉപവാസം കടന്നു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പ്രതികരണം അർഹിക്കുന്നില്ലെന്നും അവർ ബൊളീവിയൻ ഡയറി വായിക്കണമെന്നും BJP നേതാക്കളോടും സംഘപരിവാർ ശക്തികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറിയിട്ട് ഒന്ന് വായിക്കട്ടെ. ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അധികാരം വലിച്ചെറിഞ്ഞ് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനിറങ്ങിയ ചെഗുവേരയെക്കുറിച്ച് ചെറുപ്പക്കാർ കൂടുതൽ പഠിക്കണമെന്ന് CK പത്മനാഭൻ പറയുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. CK പത്മനാഭന് പുറകെ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച് BJP സംസ്ഥാന വക്താവ് MS കുമാർ. MT വാസുദേവൻ നായരുടെയും കമലിന്റെയും മോഹൻലാലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണമെന്ന് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അഭിപ്രായം പറഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി സംസ്കാരരഹിതവും തരം താണതുമാണെന്നും അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച MS കുമാർ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ BJP നേതാവ് CK പത്മനാഭൻ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന വക്താവ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. മലയാളി മനസ്സ് ഇരുണ്ട പ്രാകൃത യുഗത്തിലേക്ക് മടങ്ങുകയാണോ എന്ന ചോദ്യത്തോടെ ആരംഭിക്കുന്ന പോസ്റ്റിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന് MS കുമാർ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന ധാരണ ജനാധിപത്യവും സംസ്കാരവുമല്ല. ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞുപോയാൽ മാധ്യമങ്ങളിലൂടെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി എന്ത് ന്യായം പറഞ്ഞാലും സംസ്കാരരഹിതവും തരം താണതുമാണ്. ഏതു വിഷയത്തെക്കുറിച്ചും ആർക്കും പ്രതികരിക്കാൻ അവകാശമുള്ള രാഷ്ട്രമാണ് ഭാരതം. അഭിപ്രായം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ മാന്യതയും സഭ്യതയും കൈവിടാതെ നോക്കാനുള്ള അന്തസ്സ് പാലിക്കണമെന്ന് മാത്രം. അടുത്തിടെ കണ്ട പല അഭിപ്രായ പ്രകടനങ്ങളിലും ഇല്ലാതെ പോയതും അതാണ്.
നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെന്നും MS കുമാർ ചോദിക്കുന്നു. MT വാസുദേവൻ നായരുടെയും മോഹൻലാലിന്റെയും മേജർ രവിയുടെയും കമലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണം. എങ്കിലേ ജനാധിപത്യത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകൂ എന്നും MS കുമാർ വ്യക്തമാക്കുന്നു. ഇനി ഒരു അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പോലും നമ്മെ അസ്വസ്ഥമാക്കണമെന്ന വാചകത്തോടെയാണ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കമലിനെതിരെ AN രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ BJPയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് MS കുമാറിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. BJPയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ RSSന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ BJPയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് CK പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. BJPക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ നടത്തിയിട്ടുള്ള ജാഥ അങ്ങേയറ്റം പരാജയമായിപ്പോയി. ജാഥ നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോട്ട് നിരോധനത്തിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു. അതൊരു സ്ഥലത്തും പറയാൻ കഴിഞ്ഞില്ല. അതിനെതിരായി ശക്തമായിട്ടുള്ള ബഹുജനാഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നോട്ട് നിരോധനത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്തവർ സാഹിത്യകാരന്മാരെ വെല്ലുവിളിക്കുകയും ചേകുവേരയ്ക്കെതിരായ പ്രതികരണം നടത്തുകയും ചെയ്തുകൊണ്ട് രംഗം കൈയടക്കിയായിരുന്നു. അപ്പോൾ മല എലിയെ പ്രസവിച്ച പ്രതീതിയാണ് BJPയുടെ ജാഥ അവസാനിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഭിന്നതയ്ക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന് ഉമ്മൻചാണ്ടി പ്രതിഷേധിക്കുകയാണ്. ഭിന്നതകൾക്കിടെ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി ദില്ലിയിൽ എത്തും. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഉമ്മൻചാണ്ടിയുടെ വിട്ടുനിൽക്കൽ ഗ്രൂപ്പിന്റെ നിലപാടൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ഒപ്പം മറ്റു കാര്യങ്ങളും ഗൗരവതരമായ രീതിയിൽ തന്നെ ഈ ഒരു വിഷയം അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? സൗമ്യ, പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും പങ്കെടുക്കുന്നില്ല. നാളെ ദില്ലിക്ക് പോകും. മറ്റന്നാൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉമ്മൻചാണ്ടി തന്നെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി കോട്ടയത്താണുള്ളത്. അത് ഫേസ്ബുക്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിയുടെ താഴെത്തലം മുതൽ മുകൾ തട്ട് വരെ ഊർജ്ജം ഉണ്ടാകണമെങ്കിൽ അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി വീണ്ടും ഉന്നയിക്കുന്നു. ആ ആവശ്യം വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിനുള്ളത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെടും. അതിനായി നാളെ ദില്ലിക്ക് പോകും. മറ്റന്നാൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടേതായി വന്നിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോഴും തുടരുകയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടിക്കും തിരികെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും വിമർശനം ഉണ്ടായതായാണ് സൂചനകൾ ലഭിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സൗമ്യ, സജീഷാണ് വിവരങ്ങൾ നൽകിയത്. ടോംസ് കോളേജ് ഉടമയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. കോളേജ് അടച്ചതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. തിങ്കളാഴ്ച പോളിമർ കെമിസ്ട്രി പരീക്ഷ നടക്കാനിരിക്കെയാണ് കോളേജ് അടച്ചത്. സാങ്കേതിക സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ ടോംസ് കോളേജിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന വിവരം പുറത്തുവരുന്നത്. 2014 കോളേജിന് അംഗീകാരം നൽകുമ്പോൾ 10 ഏക്കർ ക്യാമ്പസ് വേണ്ടെടുത്ത് ഉണ്ടായിരുന്നത് 1 ഏക്കറിൽ താഴെ മാത്രം. കോളേജിൽ ലൈബ്രറിയോ കമ്പ്യൂട്ടർ ലാബോ ഇല്ല. ഡ്രോയിംഗ് റൂം 1 കിലോമീറ്റർ അകലെ ബോയ്സ് ഹോസ്റ്റലിനൊപ്പം. പ്രിൻസിപ്പലിന് സ്വന്തമായി ഓഫീസില്ല. 4 നിലകളിലായി 12 ക്ലാസ് റൂമുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കോളേജിന് AICTE അംഗീകാരം എങ്ങനെ ലഭ്യമായി എന്നതും ചോദ്യചിഹ്നം. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ കുഞ്ചറിയ AICTE സെക്രട്ടറി ആയിരിക്കെയാണ് കോളേജിന് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയാലുടൻ മാനേജ്മെന്റിനെതിരെ നടപടിയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ടോംസ് കോളേജിലെ രക്ഷിതാക്കൾ. ടോമിനെ രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി എക്കാലവും ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ടോംസ് കോളേജിനെതിരായ പരാതികൾ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും ഇവർ പറയുന്നു.
മറ്റക്കര ടോംസ് കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കൊള്ളരുതായ്മകളെ എതിർത്ത പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥിനി രേവതി കൃഷ്ണന്റെ മാതാപിതാക്കൾ കോളേജ് ഉടമ ടോം ടി ജോസഫിനെ പ്രതി ചേർത്ത് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ പരാതി നൽകിയ രക്ഷകർത്താക്കളെ പ്രതിയാക്കിയും ടോമിനെ ഒഴിവാക്കിയുമാണ് പോലീസ് അന്ന് കേസെടുത്തത്. ഞങ്ങൾ 4 പേരും കൂടെ പോയി പരാതി സ്വീകരിച്ചു. പരാതി സ്വീകരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പരാതി സ്വീകരിച്ചു, ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ എന്നോട് പൊൻകുന്നം സർക്കിൾ വിളിച്ചു പറഞ്ഞു, ഈ കേസ് നിങ്ങൾ പ്രതിയാണ്, ഈ കേസ് നിങ്ങൾ പിന്നെ. ഏവിയേഷൻ കോഴ്സ് മാത്രം പഠിപ്പിച്ചിരുന്ന ടോംസ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ അനുമതിയും അഫിലിയേഷനും നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. തീർച്ചയായിട്ടും ഈ കോളേജിൽ ഞങ്ങൾ വന്നപ്പം ആദ്യം ഞങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇങ്ങനെ കാണിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ പടമാണ്. ഞങ്ങളെ വരവേറ്റത് തന്നെ. തീർച്ചയായിട്ടും കഴിയുന്ന പരമാവധി എല്ലാ പ്രോഗ്രാമിനും മുഖ്യമന്ത്രിയും PC ജോർജ് സാറും വരുമായിരുന്നു. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളൊരു മുഖ്യമന്ത്രി വരണമെങ്കിൽ അത്രത്തോളം ഈ ടോം ജി ജോസഫുമായിട്ട് അടുപ്പം കാണണമല്ലോ. ടോംസ് കോളേജിനെതിരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരവും ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. എ ഗ്രൂപ്പ് സമരം നടത്തേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ I ഗ്രൂപ്പുകാർ സമരം നടത്തണമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് DCC നേതൃത്വം ഇവരെ അനുനയിപ്പിച്ച് വെജിറ്റേറിയൻ സമരം നടത്തി പിരിയുകയായിരുന്നു. കോളേജിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കാതിരുന്ന പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ബത്തേരിയിൽ C ഭാസ്കരൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയാണ്. തത്സമയം ഭാസ്കരനെ അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാൻ കഴിയാത്ത ചില പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ചിലപ്പോൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് അദ്ദേഹം സ്ഥിരമായി പോകുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എന്ന കാര്യം ഡോക്ടറിൽ നിന്ന് അദ്ദേഹം മറച്ചു വെച്ചു. സാധാരണ പൊതുപ്രവർത്തകരാകുന്നവരുടെ എല്ലാം ശീലം ഏതെങ്കിലും തരത്തിൽ അതൊന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്ന് കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരാളോട് പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഡോക്ടർ കൊടുക്കേണ്ട ഫീസ് ഉണ്ടല്ലോ, അത് ഡോക്ടർ വാങ്ങിയില്ലെങ്കിൽ അതൊരു മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഭാസ്കരൻ്റെ അടുത്ത ഒരാളോട് പറഞ്ഞിരുന്നത്. ഇത്തരമൊരു പ്രത്യേക ശീലം ഭാസ്കരനുണ്ടായിരുന്നുവെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഭാസ്കരൻ പറഞ്ഞയാൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തിയത്. പിന്നീട് ഈ മരണശേഷമാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നപ്പോഴാണ് താൻ ചികിത്സിച്ച രോഗി ഇന്നയാളായിരുന്നുവെന്ന് ആ ഡോക്ടർ മനസ്സിലാക്കിയിരുന്നതെന്നും ഡോക്ടർ അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്നുവെന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ PA പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും CPM പോലുള്ളൊരു പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായിരിക്കുമ്പോൾ ഒട്ടേറെ എതിർപ്പുകൾ ഉയർന്നു വരും. അങ്ങനെയുള്ള എല്ലാ
എതിർപ്പുകളെയും ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉറച്ചതും ധീരവുമായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം നല്ല സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം. വയനാട് ബത്തേരിയിൽ സി ഭാസ്കരൻ സ്ഥലത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗോകുലം ഗ്രൂപ്പ് രൂപം നൽകുന്ന ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടീമിന്റെ ജേഴ്സിയും അദ്ദേഹം അവതരിപ്പിച്ചു. കേരളത്തിലെ മികച്ച യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഒരുക്കുന്നതെന്നും അടുത്ത മാസം ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി വി ശിവൻകുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാമത് ക്രഡായ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ ക്രഡായ് കേരള ചെയർമാൻ ഹസീബ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്രഡായ് അംഗങ്ങളായ ഭവന നിർമ്മാണങ്ങളും ഭവന വായ്പ നൽകുന്നവരും പ്രോപ്പർട്ടി ഷോയിൽ ഭാഗമാണ്. മന്ത്രി TP രാമകൃഷ്ണൻ മേള സന്ദർശിച്ചു. മൊബൈൽ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ മെഗാ സമ്മാനമായ BMW കാർ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്താണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വജ്ര 2016 അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 ആയുർവേദ ഡോക്ടർമാർ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.